ഗംഭീരമായ ഈ കൺവെൻഷന്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ വെടിഞ്ഞാമ്പാറ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും അവിടെയുള്ള ചിറ്റൂർ താലൂക്കിലെ ജനകീയ പ്രസ്ഥാനത്തിന്റെ നേതാവുമായ സതീശൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച എലപ്പുള്ളി മുൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്, പുതുശ്ശേരി ഏരിയയിലെ ഏറ്റവും ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് ഹരിദാസ് ഉൾപ്പെടെ ഈ വേദിയിൽ നിരവധിയായ സഖാക്കളുണ്ട്. എല്ലാവരുടെയും പേര് പരാമർശിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചത്. എനിക്ക് അങ്ങനെയാണ് നിർദ്ദേശം കിട്ടിയത്. ഇവിടെ CPI-എമ്മിന്റെ മുൻ ഏരിയ സെക്രട്ടറിമാർ, തൊട്ട് മുമ്പത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരായ വടക്കഞ്ചേരി RSSകാരുടെ വെട്ടേറ്റ് എത്രയോ ദിവസങ്ങളോളം കാലം തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കിടന്നിരുന്ന പാർട്ടി ഏരിയ സെക്രട്ടറിയായിരുന്ന സഖാവ് K. ബാലൻ, ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന സഖാവ് N. ഹരിദാസൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ ഇവിടെ വേദിയിലുണ്ട്. വിവിധ ജനകീയ പ്രസ്ഥാനങ്ങളുടെ വർഗബന്ധന പ്രസ്ഥാനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ഒട്ടേറെ നേതാക്കൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. സദസ്സിൽ ഒരുപാട് ബഹുമാനങ്ങളുണ്ട്. ഞാൻ ആദ്യം എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട സഖാവ് ബാലകൃഷ്ണനാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് മണ്ണാർക്കാട് പൊതു പ്രവർത്തന മേഖലയിലേക്ക് വന്ന സമയം മുതൽ എന്നെ കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച പ്രിയപ്പെട്ട ബാലകൻ വളരെ അവസരമാണ്. ഞാനിപ്പോൾ ശ്രദ്ധിച്ചു, വടിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടാണ് പ്രിയപ്പെട്ട കാഞ്ഞിരപ്പള്ളിയിലെ സഖാവ് ബാലകൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. മത യാഥാസ്ഥിതികൾക്കെതിരായി വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുക സമാരാധ്യനായ വള്ളുവനാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് പ്രായമേറാത്തതിനും ചെറുപ്പശ്ശേരി ഇപ്പോഴും ഈ കേരളത്തിലാകെ അറിയപ്പെടുന്ന സഖാവായി ഉയർന്ന നേതാവായി മാറിയ ബഹുമാന്യനായ സഖാവ് PA ഉമ്മർക്കായുടെ മകൻ സഖാവ് സാബു. ഇനി ആരോഗ്യ പറയുന്നത്, നിങ്ങൾക്ക് ഈ ജില്ലയിലെ വിഭവ പ്രസ്ഥാനത്തിന്റെ അർപ്പണബുദ്ധിയോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കാൻ ത്രാണിയുള്ള ഒരു പടയുടെ മുഖം കാണണമെങ്കിൽ നിങ്ങൾ ഈ കൺവെൻഷനിലേക്ക് നോക്കൂ. ഈ പങ്കെടുത്തിട്ടുള്ള ആയിരക്കണക്കിന് വരുന്ന എല്ലാ സഖാക്കളെയും സഹോദരി സഹോദരന്മാരെയും ഞാൻ ആവേശപൂർവ്വം അഭിവാദം ചെയ്യുകയാണ്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ
ചില മാധ്യമങ്ങൾ എന്നോട് ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്നലെ എന്നോട് ചോദിച്ചു, അല്ലെ ഈ വിമത കൺവെൻഷൻ നാളെയാണല്ലോ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അതെങ്ങനെയാ തനിക്ക് വിവരം കിട്ടിയത്? വിമത കൺവെൻഷൻ നാളെയാണെന്നുള്ള വിവരം തനിക്ക് എങ്ങനെയാ കിട്ടിയത്? അപ്പൊ ഇയാൾ അബദ്ധം മനസ്സിലായിട്ട് എന്നോട് പറഞ്ഞു, അല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള അസംതൃപ്തരുടെ ഒരു കൺവെൻഷൻ. ഓ, അത് കറക്റ്റാണ്. ഈ മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേകത, അവർക്ക് സത്യം എഴുതുന്ന ആളുകളുണ്ട്, സത്യം എഴുതാൻ താല്പര്യം കാണിക്കുന്ന ആളുകളുണ്ട്. അവരിത് എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക എന്നൊന്നും എനിക്കറിയില്ല. പൊതുവെ എന്നെ പറ്റി മാധ്യമങ്ങൾക്ക് നല്ല അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അല്ലാതെ ഞാൻ അറിയാം. പക്ഷെ അതിന് നല്ല കുറെ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരോടൊക്കെ ഉൾപ്പെടെ ഉള്ള ആളുകളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ സത്യസന്ധമായ റിപ്പോർട്ട് കൊടുക്കണം. ഇത് വിമതകളുടെ കൂട്ടായ്മയല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഉശിരി പണയം വെക്കാത്ത ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന അനേകായിരങ്ങളുടെ ജീവരക്തം കൊണ്ട് നിറം പകർന്ന ഈ ചെങ്കൊടി കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇൻകുലാബിന്റെ ശബ്ദം വെടിമുഴക്കമായി ഏറ്റുവാങ്ങുന്ന വിപ്ലവകാരികളുടെ കൺവെൻഷനാണ് ഇത്. കമ്മ്യൂണിസ്റ്റുകാരുടെ കൺവെൻഷനാണ് ഇത്, വിമതന്മാരുടെ കൺവെൻഷനല്ല. വിമതന്മാരുടെ കൺവെൻഷനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെറിയ ആളുകൾ ശ്രമം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നവരാരാ? ഈ കൺവെൻഷനിൽ പങ്കെടുത്തവർ നിങ്ങൾ നോക്കൂ. ഇപ്പോ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തക, എനിക്ക് വളരെ ഇഷ്ടമാണ്. ആ മാധ്യമ പ്രവർത്തക എന്റെ വീട്ടിൽ വന്ന് എന്നോട് ഇന്റർവ്യൂ നടത്തി. അവർക്ക് ഒരു പഴയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന അനുഭവങ്ങളിലെയാണ്. അവരെന്നോട് ചോദിച്ചു, ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞ അവസാനം എന്നോട് ചോദിച്ചു, അല്ല വിട്ടുപോകില്ല അല്ലേ, വേറെ ഒരു നിലപാടിലേക്കൊന്നും പോകില്ല അല്ലേ, വേറെ നിലപാടിലേക്ക് പോകുന്നില്ല. അവരുൾപ്പെടെയുള്ള ആളുകളോട് ഞാൻ പറയട്ടെ, ഞങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ടല്ല ഞങ്ങൾ ഇവിടെ എത്തിയത്. ഞങ്ങളെ നിർബന്ധിതമാക്കിയ ഒരു സാഹചര്യം പാലക്കാട് ജില്ലയിൽ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം കൊണ്ട് ഈ കേരളത്തിലെ ഗവൺമെന്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഭരണത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പാർട്ടിയുടെ പാലക്കാട് ജില്ലയിലെ പല നേതാക്കന്മാരും നടത്തിയ തോന്നിവാസങ്ങൾ, ഒരിക്കലും നീതീകരിക്കാൻ സാധിക്കാത്ത തോന്നിവാസങ്ങളുണ്ടല്ലോ, അഴിമതി ഉണ്ടല്ലോ, അതൊക്കെ ആകെ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം സതീശൻ പറഞ്ഞത് മനസ്സിലായി. ലോക്കൽ സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പ് പാലക്കാട് ജില്ലയിൽ എങ്ങനെയാണെന്ന് സതീശൻ പറഞ്ഞല്ലോ. കണ്ടുപിടിച്ചിരിക്കുന്നത് തീരുമാനിക്കുക, നിങ്ങൾ സെക്രട്ടറി ആക്കാം. ഈ അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തുക. അഴിമതി, സ്പിരിറ്റ് കച്ചവടം, ഉത്തരവാദപ്പെട്ട പാർട്ടി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സ്പിരിറ്റ് കേസിലെ പ്രതിയായിട്ട് വരികയാണ്, ഒന്നാം പ്രതിയായിട്ട് വരികയാണ്. ഈ അനീതിക്ക് മഹാത്മികതയ്ക്കുമെതിരായി ശബ്ദമുയർത്തിയവർ, പാർട്ടിക്കകത്ത് നിന്ന് ശബ്ദമുയർത്തിയവർ, വിട്ടുവീഴ്ചയില്ലാതെ ഇതിനെതിരായി പൊരുതിയവർ, ആ നിലപാടെടുത്തവരുടെ പേരിൽ ശരിക്കു വേണ്ടി, ഒരു ശരിയായ പാർട്ടിക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ നടപടിയെടുക്കപ്പെട്ടവർ, സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ, പിരിച്ചുവിടപ്പെട്ടവർ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, തരം താഴ്ത്തപ്പെട്ടവർ, എന്തിനധികം പറയണം, ചെയ്തു വന്നിരുന്ന ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവർ, അവരുടെ രോഷപ്രകടനമാണ് ഈ കൺവെൻഷൻ. ഞാൻ ചുരുക്കി പറയാം, ഇവരാണ് ഈ കൺവെൻഷൻ പങ്കെടുത്തിട്ടുള്ളത്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നോട് ചോദിച്ചു, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ? എന്നോട് ചോദിക്കുക, ജോലിയിൽ പിരിച്ചുവിടുമോ? ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട നിരവധി സഖാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഈ കൺവെൻഷൻ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ അധ്യക്ഷ വേദിയിലുള്ള
കുഞ്ഞാമ്പാറയിൽ ഒരു സഖാവിന്റെ ആ സഖാവിനുള്ള വിരോധം തീർക്കാൻ, ആ സഖാവിനോട് സതീശനുള്ള വിരോധം തീർക്കാൻ കൺസ്യൂമർ ഫെഡിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയെ, ആ സഹോദരിയെ സഖാവിന്റെ